പത്തനംതിട്ട പന്തളം കടക്കാട്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച 3 തട്ടുകടകൾക്കെതിരെ നടപടി. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കക്കൂസിലെന്നും ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ചെന്നും കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന ഹോട്ടലുകളാണ് പൂട്ടിയത്. ഇതിൽ 3 കടകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് ബോധ്യപ്പെടുകയും 3 സ്ഥാപനങ്ങളെ ഞങ്ങൾ പരിശോധിക്കുകയും പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഈ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3 സ്ഥാപനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. ടോയ്ലറ്റിനകത്ത് പോലും ആഹാരം പാചകം ചെയ്യുന്ന ഒരു വളരെ ദയനീയമായ സിറ്റുവേഷൻ കാണുകയുണ്ടായി. ആ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പിടിച്ചെടുത്തു. AV ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ. അതായത് ഉന്മേഷ്, പന്തളം കടക്കാട് ഇന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ 3 ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ഹോട്ടലുകളാണ് പൂട്ടിയിരിക്കുന്നത്. ഈ ഹോട്ടലുകളിൽ ശുചിമുറികൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചു വെച്ചതായി ഇവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ചിക്കൻ ഉൾപ്പെടെ കഴുകുന്നത് ഈ ക്ലോസറ്റിന് മുകളിലാണെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. എന്തായാലും ഈ ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കെട്ടിടം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നൽകിയ കട ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നത്. ഈ ഹോട്ടലിലും പരിസരത്തൊന്നും ഒരു തരത്തിലുള്ള വൃത്തിയുമില്ല എന്നും ഈ ആരോഗ്യ വിഭാഗം എന്തായാലും പറയുന്നുണ്ട്. കർശന നടപടിയിലേക്ക് പോകുമെന്നും വ്യക്തമാക്കുന്നു. ഒരു ലൈസൻസും ഒരു അനുമതിയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ഹോട്ടലുകൾ പ്രവർത്തിച്ചതെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.